ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. +1 ബയോളജി ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിലെ നമ്മൾ ഓൾറെഡി ഓറൽ ക്യാവിറ്റിയിലെ ഡൈജഷൻ പഠിച്ചു, സ്റ്റൊമക്കിലെ ഡൈജഷൻ പഠിച്ചു. ഇനി ഇൻഡസ്റ്റൈനിലെ ഡൈജഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എന്നല്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അതുപോലെ തന്നെ ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കോ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സ്മോൾ ഇൻഡസ്റ്റൈനിൽ എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് സ്മോൾ ഇൻഡസ്റ്റൈനിൽ എവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ആ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജ്യൂസസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ആദ്യം പരിചയപ്പെട്ടിട്ട് നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ ഇൻ ദ സ്റ്റൊമക് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അവിടെ എൻസൈംസ് ഉണ്ട്. എൻസൈംസിനേക്കാൾ ഉപരി എന്താണ് ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ഉണ്ട്. ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസുകളിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ. സ്മോൾ ഇൻഡസ്റ്റൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഡിയോഡിനത്തിൽ നിന്നാണ്. അപ്പോൾ ഓക്കെ, അവിടെ വരുന്ന ഒരു കണക്ഷൻ നിങ്ങൾക്ക് 2 ആൾക്കാരെ ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. 2 അല്ല 3 ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഗോൾ ബ്ലാഡർ, ലിവർ, പാൻക്രിയാസ്. ഇങ്ങനെ 3 ആൾക്കാരെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിവർ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഗോൾ ബ്ലാഡർ ആണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, പാൻക്രിയാസ് എന്ത് ചെയ്തു? പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ട് ഉണ്ട്, എക്സോക്രൈൻ പാർട്ട് ഉണ്ട്. എൻഡോക്രൈൻ പാർട്ട് നമുക്ക് ഇവിടെ ആവശ്യമില്ല, ഡൈജഷൻ ആവശ്യമില്ല. എക്സോക്രൈൻ പാർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ എക്സോക്രൈൻ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആൽക്കലൈൻ പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? ബൈല് കിട്ടി, പാൻക്രിയാറ്റിക് ജ്യൂസ് കിട്ടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്റ്റൈൻ, അതായത് നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈൻ. ഇൻഡസ്റ്റൈനിൽ നിന്ന് ഒരു ഇൻഡസ്റ്റൈൻ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 പേരുടെ ആക്ഷനാണ് ഇന്ന് നമ്മൾ ഈ ഡൈജഷൻ ഇൻ ദ ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് NCERT-ലോട്ട് വരാം. Various types of movements are generated by the muscularis layer of the intestine, small intestine. These movements helps in a thorough mixing up of food with various secretions in the intestine and thereby facilitate digestion. അതായത് അവിടെ എന്തുണ്ട്? മസ്കുലാരിസ് ലെയർ ഉണ്ട്, മസിൽസ് ആണ്. അപ്പോൾ ഈ മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഫുഡ് പ്രോപ്പർ ആയിട്ട് അവിടുത്തെ എൻസൈംസും ജ്യൂസും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. അപ്പോൾ തറോ മിക്സിംഗ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, the bile, the pancreatic juice and the intestinal juice are the secretions released into the small intestine. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നതെന്ന്. ഓക്കെ, അത് ഏത് വഴിയാണ് വന്നത്? ഇപ്പോ ബൈലിന്റെയും പാൻക്രിയാസിന്റെയും ലിവറിന്റെയും പാൻക്രിയാസിന്റെയും കണക്ഷൻ എന്തായിരുന്നു? നമ്മുടെ ഇൻഡസ്റ്റൈനകത്തോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട്. ആ ഡക്ട് വഴിയാണ് നമ്മുടെ ബൈലും അതുപോലെ തന്നെ എക്സോക്രൈൻ പാൻക്രിയാസിന്റെ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും പുറത്തോട്ട് ഇൻഡസ്റ്റൈനകത്തോട്ട് വരുന്നത്. ഓക്കെ, ആ വഴി മനസ്സിലായല്ലോ. ഓക്കെ, pancreatic juice and bile are released through the hepatopancreatic duct. കറക്റ്റ്, ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അത് വായിക്കാതെ പറഞ്ഞതാണ്, പക്ഷേ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, the pancreatic juice contain inactive enzymes. നമ്മൾ ഇതുപോലെ ഒരു ഇനാക്റ്റീവ് എൻസൈം പഠിച്ചായിരുന്നു, പെപ്സിനോജൻ. നമ്മൾ സ്റ്റൊമക്കിൽ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തും ഇനാക്റ്റീവ് എൻസൈം ഉണ്ട്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോകാർബോക്സി പെപ്റ്റിഡൈസസ്, അമൈലേസസ്, ലിപ്പേസസ് ആൻഡ് ന്യൂക്ലിയേസസ്. ഇതിൽ ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇനാക്റ്റീവ് ഫോം ആണ്. പ്രോ കാർബോക്സി പെപ്റ്റിഡൈസ്, എവിടെയെങ്കിലും പ്രോ വന്നു കഴിഞ്ഞാൽ അതും ഇനാക്റ്റീവ് ഫോം ആണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇത് 3 ഇനാക്റ്റീവ് ഫോം ആണ്. So the trypsinogen is activated by an enzyme enterokinase secreted by the intestinal mucosa into active trypsin. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്ന് ചെയ്യുന്ന ഒരു എൻസൈമാണ് എൻട്രോകൈനേസ്. അതായത് ഇൻഡസ്റ്റൈനിലുള്ള മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻട്രോകൈനേസ് എൻസൈം വന്നിട്ട് നമ്മുടെ ട്രിപ്സിനോജനെ ആക്ടിവേറ്റ് ചെയ്ത് ട്രിപ്സിനാക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഇതേ സംഭവം തന്നെയാണ് ബാക്കിയുള്ള കൈമോട്രിപ്സിനോജനിലും പ്രോ കാർബോക്സി പെപ്റ്റിഡൈസിലും സംഭവിക്കുന്നത്. ഇവർ തന്നെയാണ് ഈ കൈമോട്രിപ്സിനോജനെയും പ്രോ കാർബോക്സി പെപ്റ്റിഡൈസിനെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, the bile released into the duodenum contains bile pigments, bile salts, cholesterol, phospholipids, but no enzymes. അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ബൈലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഡിയോഡിനത്തിൽ എത്തുന്ന ഈ ബൈലിനകത്ത് എന്തൊക്കെയുണ്ട്? കൊളസ്ട്രോൾ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ്സ് എന്താണ്? ഫാറ്റ് തന്നെയാണ്. ഫാറ്റിൽ ഫോസ്ഫേറ്റ് മോളിക്യൂൾസും കൂടി ജോയിൻ ചെയ്യുമ്പോഴത്തേനും ഫോസ്ഫോലിപ്പിഡ്സ് ആയി.
ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബൈൽ സോൾസുകൾ ഉണ്ട്, അതുപോലെ പിഗ്മെന്റ്സുകൾ ഉണ്ട്, ബിലിവേർഡിൻ ആൻഡ് ബിലിറൂബിൻ. ഇങ്ങനെ 2 മെയിൻ പിഗ്മെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവരൊക്കെ ഉണ്ട്. പക്ഷേ എൻസൈംസ് ബൈലില്ല. ബൈലിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്സ്. എമൽസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫാറ്റ് മോളിക്യൂൾ ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആക്കുന്നു. ഈ സ്മോളർ പാർട്ടിക്കിൾസ് നമ്മൾ മിസെല്ലീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയാണ് എമൽസിഫിക്കേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ ഫാറ്റ്സ് ഇൻ ടു വെരി സ്മോൾ മിസെല്ലീസ്. ബൈൽ ഓൾസോ ആക്ടിവേറ്റ്സ് ലിപ്പേസസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ബൈൽ ഓൾസോ ആക്ടിവേറ്റ്സ് ലിപ്പേസസ്. ഈ കുഞ്ഞു സെന്റൻസ് നമ്മൾ എൻട്രൻസിന് പ്രതീക്ഷിക്കാം. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കാര്യം പഠിക്കാനുള്ളത്, ദ ഇൻറ്റെസ്റ്റിനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് ഗോബ്ലെറ്റ് സെൽസ് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. The secretion of the brush-bordered cells of the mucosa along with secretion of the goblet cells constitute the intestinal juice or succus entericus. Okay, എന്താണെന്ന് മനസ്സിലായില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഇൻറ്റസ്റ്റൈനകത്ത് എന്തുണ്ട്? മ്യൂക്കോസ ഉണ്ട്. ഈ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ നിന്ന് മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? കറക്റ്റ് അല്ലേ? അതായത് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ ഉണ്ട്. മ്യൂക്കോസയിൽ നിന്ന് ആ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ നിന്ന് മ്യൂക്കോസ റിലീസ് ചെയ്യുന്നു. അപ്പം മ്യൂക്കസ് റിലീസ് ചെയ്യുന്നു. അവിടെ നമുക്ക് മ്യൂക്കസ് കിട്ടി. പ്രോപ്പർ അല്ലേ? ഇനി ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇൻറ്റസ്റ്റൈനകത്ത് മ്യൂക്കോസയുടെ തന്നെ ഫോൾഡിങ്സ് ഉണ്ട്. വില്ലായി പറഞ്ഞിട്ടുണ്ടായില്ലേ? ഈ വില്ലയെ കവർ ചെയ്തിട്ട് ഒരു സെല്ലുണ്ട്, ബ്രഷ് ബോർഡേഡ് മൈക്രോ വില്ലയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ സെൽസുകളും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ടായിരുന്നു. ഓക്കെ, ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൽ എപ്പിത്തീലിയയിൽ ഗോബ്ലെറ്റ് സെൽസുകളാണ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഗോബ്ലെറ്റ് സെൽസ് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗോബ്ലെറ്റ് സെൽസ് ആണ് മ്യൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഈ വില്ലയിലുള്ള ഈ ബ്രഷ് ബോർഡേഡ് മൈക്രോ വില്ലൈ സെൽസ്, ഈ സെൽസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മ്യൂക്കസ്, ഗോബ്ലെറ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസും ഈ ബ്രഷ് ബോർഡേഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസും കൂടി ഫോം ചെയ്യുന്ന ഇൻറ്റസ്റ്റിനൽ ജ്യൂസ്, അതിനെ പറയുന്ന പേരാണ് സക്കസ് എൻട്രിക്കസ്. സക്സസ് എന്നല്ല, സക്കസ് എൻട്രിക്കസ്. മനസ്സിലായോ? അതായത് ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കസോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ, അതില് ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്. ഈ ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ നമ്മുടെ വില്ലയിലുള്ള ബ്രഷ് ബോർഡേഡ് മൈക്രോ വില്ലൈ സെൽസും മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ അതിനെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ സക്കസ് എൻട്രിക്കസ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസ് പഠിച്ചു, ബൈല് പഠിച്ചു, സക്കസ് എൻട്രിക്കസ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസും പഠിച്ചു. എന്താണെന്ന് പഠിച്ചു. This juice contains a variety of enzymes like disaccharides, example maltase, dipeptidase, lipases, nucleosidases. The mucus along with bicarbonates from the pancreas protect the intestinal mucosa from acidic as well as provide alkaline medium pH 7.8 for enzyme activities. അപ്പോൾ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി, അതായത് ഈ മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് മ്യൂക്കോസ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ലൂബ്രിക്കേഷൻ. ഇതല്ലാതെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വാൾസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ആസിഡിക് എൻവയോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ചില എൻസൈംസിന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള pH കൊടുക്കുന്നതും ഇവർ തന്നെയാണ്, 7.8. ഓക്കെ, പഠിച്ചല്ലോ. സബ്മ്യൂക്കോസൽ ഗ്ലാൻസ്, ബ്രണ്ണേഴ്സ് ഗ്ലാൻസ് ഓൾസോ ഹെൽപ്പ് ഇൻ ദിസ്. ഇവിടെ ബ്രണ്ണേഴ്സ് ഗ്ലാൻസുകളും ഉണ്ട്. എവിടെ? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അവിടെയാണ് ഞാൻ ഓൾറെഡി അത് നേരത്തെ പറഞ്ഞായിരുന്നു. നമ്മുടെ സബ്മ്യൂക്കോസയിൽ വരുമ്പോൾ ഡിയോഡിനൽ ഗ്ലാൻസ് കാണാൻ സാധിക്കും. അതിനിവിടെ എക്സാമ്പിൾ ആണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുൾ റിയാക്ഷൻസ് ആണ്. എന്തൊക്കെ ഫുൾ ടോട്ടൽ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ടോട്ടൽ റിയാക്ഷൻസ് ഞാൻ ഒരുമിച്ച് ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിൽ കൂടെ ഞാൻ ഫുൾ റിയാക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഒരു അവിയലാകും. അപ്പോൾ ഞാൻ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തരാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, യുവർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Bye.